ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കീ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി ചൈനയിൽ എത്തിയിട്ടുണ്ട്. ഊഷ്മളമായ വരവേൽപ്പ് അവിടെ ഇന്ത്യൻ ഡയസ്പൊറ അതുപോലെ തന്നെ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. ഫർദർ ഡെവലപ്മെൻറ്റ്സ് ആയിട്ട് ഷീ ജിങ് പിങ്ങുമായിട്ടുള്ള കൂടിക്കാഴ്ച, അതിനോടൊപ്പം തന്നെ SCO സബ്മിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുകയാണ്. വാം വെൽക്കം തന്നെയാണ് ഇന്ത്യക്ക് അവിടെ കിട്ടിയത്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇപ്പോൾ ഈ ഇന്ത്യക്ക് മേളിലിട്ട താരിഫിനെ ചോദ്യം ചെയ്യുന്നത്. കാരണം ചൈനയെ നിങ്ങൾ ഒരു സൈഡിൽ കംഫർട്ട് സോണിൽ നിർത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് ന്യായവാദങ്ങളൊക്കെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പല രീതിയിലും കണക്കുകൾ ഗണിച്ചും ഗുണിച്ചൊക്കെ പല മീഡിയകളിലൂടെ പുറത്തു വിടുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാലും ഇന്ത്യ അതിനെ കൃത്യമായി ഗണിച്ചിട്ടുണ്ട്. കാരണം യൂറോപ്പിൽ ഇപ്പോഴും ഹെക്സാഗോൺ എന്ന് പറഞ്ഞ ആ ഒരു കമ്പനി ഓയിൽ റഷ്യയുടെ തന്നെയാണ് മേടിച്ച് റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആൾക്കാർക്കൊക്കെ വളരെ വ്യക്തമാണ് ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ റഷ്യൻ ഓയിൽ അല്ല എന്നുള്ളത്. പക്ഷേ ഇപ്പം ഇന്ത്യയെ ഡയറക്റ്റായിട്ട് പോയിന്റ് ചെയ്തുകൊണ്ടുള്ള അതായത് മോദി വാർ എന്നൊക്കെ പറഞ്ഞുള്ള ടാക്ടിക്സ് ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അത് പേഴ്സണൽ ഹിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇന്ത്യയിൽ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ടാക്കാം എന്നുള്ള നിലയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അമേരിക്കയാണ് ശരിക്കും പറഞ്ഞാൽ അവർ പല കാര്യങ്ങളും ചെയ്യാൻ പ്രാപ്തിയുള്ള ആൾക്കാർ തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. കാരണം അവരുടെ ചരിത്രം അങ്ങനെയാണ് പറയുന്നത്. അവരുടെ ചരിത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 1940 മുതൽ 1990 വരെയുള്ള കാലഘട്ടങ്ങൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ പറയുന്നത് ഏതാണ്ട് 60-ലധികം രാജ്യങ്ങളുടെ ഭരണകൂടത്തിനെ അട്ടിമറിച്ചിട്ടുണ്ട് അമേരിക്ക. ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോഴത്തേക്കും 90 കഴിഞ്ഞിട്ട് അവരുടെ അട്ടിമറി എന്ന് പറയുന്നത് വളരെ വളരെ വീക്കാണ്. 90-ന് മുമ്പ് അവരുടെ സക്സസ് റേഷ്യോ വളരെ ഹൈ ആയിരുന്നു. പക്ഷേ 90 കഴിഞ്ഞിട്ട് അമേരിക്കയുടെ ഈ ഭരണകൂട അട്ടിമറി സാധ്യത വളരെ വീക്കാണ്. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്, ഡേറ്റ അങ്ങനെയാണ് പറയുന്നത്. ഇന്ത്യക്കുള്ളിൽ അവർക്ക് സക്സസ് റേഷ്യോ അറ്റൈൻ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് വോട്ടർ പട്ടികയിൽ ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ USAIDുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 21 ബില്യണോളം എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് USAID ത്രൂ എന്നൊക്കെ നമ്മൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യത്തെ ഡോജ് എന്ന് പറഞ്ഞ ആ ഒരു ടീം പുറത്തിറക്കിയ ആ ഒരു ലീക്കിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. പക്ഷെ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഇലക്ഷൻ നടക്കുന്ന ടൈമാണ് അമേരിക്ക ഇന്ത്യക്കുള്ളിൽ എന്തെങ്കിലും അട്ടിമറി നടത്താൻ വേണ്ടി ശ്രമിക്കുന്ന ടൈം. അല്ലാതെ ഇന്ത്യക്കുള്ളിൽ അവർക്ക് അല്ലാതെ പക്ഷം അവർക്ക് ഇന്ത്യക്കുള്ളിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് മുന്നോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റുപിടിച്ച് അവരതിനെ സപ്പോർട്ട് ചെയ്ത് അതിനിച്ചിരി എരിതിയിൽ എണ്ണ പകർന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യും. പക്ഷെ അല്ലാതെ അവർക്ക് ഇവിടെ ഇഗ്നൈറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പം നിലവിൽ. പിന്നെ ഇപ്പം നിലവിലെ ഗവൺമെൻറ് ഒരു കോലീഷൻ ഗവൺമെൻറ് ആണ് ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ സാധ്യതകൾ എത്രമാത്രം എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റ് ആയിട്ട് ബീഹാർ അതിനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കീ ഫാക്റ്റ് ആയിട്ട് ഒരു പക്ഷേ ബീഹാർ ഇലക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരിമറികൾക്ക് സാധ്യതയുണ്ട്. അതും തന്നെ സെൻട്രൽ ഗവൺമെന്റിനെ ബാധിക്കുന്ന രീതിയിലുള്ള അട്ടിമറികൾ നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇന്ത്യയിൽ കുറേ സംവിധാനങ്ങളുണ്ടല്ലോ, ജാതിപരമായ വർഗീയത, മതപരമായ വർഗീയത, ലാംഗ്വേജ് പരമായ വർഗീയത, ഇതൊക്കെ തന്നെയാണ് ഇന്ത്യയിൽ എന്തെങ്കിലും രീതിയിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മേഖലകൾ. ആ മേഖലകളിൽ കൃത്യമായിട്ടുള്ള ധാരണയുണ്ടെങ്കിൽ പിന്നെ ആർക്കും തന്നെ ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് ഒന്നും തന്നെ ചെയ്യാനില്ല. എനിവേ അതൊരു സൈഡിൽ നിൽക്കട്ടെ. കാരണം ഇന്ത്യ ചെയ്യുന്ന പ്രവൃത്തി ശരിക്കും പറഞ്ഞാൽ ഈ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഏഷ്യൻ സൈഡിലുള്ള കൂട്ടായ്മ ശക്തിപ്പെടുത്തുന്നത് ശരിക്കും അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നു എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം. ആഫ്രിക്ക വളരെ സ്ട്രോങ് ആയിട്ട് ഇന്ത്യയോടൊപ്പം നിൽക്കും. ഇനിയിപ്പോൾ നമ്മളൊരു കാര്യം നോക്കേണ്ടത്, ഇപ്പോൾ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുന്ന അവസ്ഥയിൽ ഇതിനകത്ത് വെട്ടിലാവുന്നത് കുറേ ഇന്ത്യയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന രാജ്യങ്ങളുണ്ട്. അതിൽ മാൽഡീവ്സ്, 2 രാജ്യങ്ങൾക്കും ഇടയിൽ നിന്നിട്ട് കുറച്ച് പണം പറ്റുന്ന രാജ്യങ്ങളുണ്ട്. അതിലൊന്ന് നേപ്പാൾ, പിന്നെ ഒന്ന് ബംഗ്ലാദേശ്, പിന്നെ ശ്രീലങ്ക, മാൽഡീവ്സ്. ഇവർക്കൊക്കെ കനത്ത തിരിച്ചടിയാണ്. അതായത് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് മെച്ചപ്പെടുന്നതിലൂടെ. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് കളിക്കാൻ കഴിയില്ലല്ലോ. അതാണല്ലോ അവരെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ ഇങ്ങനെ 2 ചേരിയിൽ നിന്നത് കൊണ്ട് മാത്രമാണല്ലോ ഇവർ ഇടയ്ക്ക് നിന്ന് ഡിപ്ലോമസി കളികളൊക്കെ കളിക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ ഒരു തിരിച്ചടിയാണ്. ഇതൊക്കെ പോസിറ്റീവ് സൈഡിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനിയിപ്പം ഈ വിഷയം അവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റ് വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്ക പാലസ്തീനിയൻ അതോറിറ്റി, മഹ്മൂദ് അബ്ബാസ് ഉൾപ്പെടെയുള്ള പാലസ്തീനിയൻ അതോറിറ്റി എന്ന് പറഞ്ഞ ആ ഒരു സംവിധാനത്തിനെ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലിൽ സംസാരിക്കാൻ അനുവദിക്കരുത് എന്നുള്ള രീതിയിലുള്ള റെസൊല്യൂഷൻ പാസ്സാക്കിയിരിക്കുകയാണ്. അതായത് UN സെപ്റ്റംബർ മാസം നടക്കാനിരിക്കുന്ന യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ മീറ്റിംഗിൽ പങ്കെടുപ്പിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ്, മാർക്കോ റൂബിയോ, JD വാൻസ് ഇവരെല്ലാം കൂടി ചേർന്നിട്ട് ഈ റെസൊല്യൂഷൻ പാസ്സാക്കി കൃത്യമായിട്ട് യുണൈറ്റഡ് നേഷൻസിനെ അറിയിച്ചിരിക്കുകയാണ്. ഇതിന് കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ബന്ദിമോചനത്തിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ ശ്രമങ്ങളും പാലസ്തീനിയൻ അതോറിറ്റിയും ചെയ്തിട്ടില്ല. അതേപോലെ ഗാസയിലുള്ള ഹമാസും ചെയ്തിട്ടില്ല.
അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർ, അതായത് ബന്ദികളെ കുറിച്ച് യാതൊരുവിധ കൺസേണും ഇല്ലാണ്ട് 2 വർഷമായിട്ട് ബന്ദികളെ പിടിച്ച് പൂട്ടി വെച്ചിരിക്കുന്ന ഇവരുടെ ഒപ്പം തന്നെ നിന്ന് സഞ്ചരിക്കുന്ന ഹമാസ്, അതായത് ഇസ്രായേലിന്റെ ഉള്ളിൽ എന്ത് പോക്കൃതനം ചെയ്തിട്ട് പുറത്ത് വന്നാലും, ഇസ്രായേലിന്റെ ജയിലിൽ കിടന്നിട്ട് വെളിയിൽ വന്നാലും സ്റ്റൈഫൻഡ് കൊടുക്കുന്ന പാലസ്തീൻ അതോറിറ്റി UN സംസാരിക്കാൻ എലിജിബിലിറ്റി ഇല്ല എന്നാണ് US വാദം. അപ്പോൾ അതുപോലെ തന്നെ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഇനി ഗാസയിൽ എയ്ഡ് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാൻ പോവുകയാണ്. കാരണം അവിടെ ചില ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് എയ്ഡ് വണ്ടികളെ ചോർത്തിക്കൊണ്ടു പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയ്ഡ് ട്രക്കുകളെ ചോർത്തിക്കൊണ്ടു പോകുന്ന വിഷയങ്ങളൊക്കെ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഹമാസ് മാത്രമല്ല, വേറൊരു ഗ്രൂപ്പും കൂടെ ഉണ്ട്, അൽ ഷബാബ് എന്ന് പറഞ്ഞിട്ട്. ആ ഗ്രൂപ്പും കൂടി ഇപ്പോൾ ഈ കടത്തൽ പ്രക്രിയയിൽ അവർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എയ്ഡ് സപ്ലൈ. ഇപ്പം അമേരിക്ക ഈ അബ്ബാസിനെ മാത്രമല്ല ബാൻ ചെയ്തിരിക്കുന്നത്, ഏതാണ്ട് 80ഓളം ഒഫീഷ്യൽസ്, അത് ഇതേ ഈ പാലസ്തീനിയൻ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട 80ഓളം ഒഫീഷ്യൽസിനെയാണ് ബാൻ ചെയ്തിരിക്കുന്നത്. ഇസ്രായേൽ ഈ 2 ദിവസത്തിന് മുമ്പ് ഹൂത്തികളുടെ മേൽ നടത്തിയ ആക്രമണത്തിൽ ഹൂത്തികളുടെ പ്രൈം മിനിസ്റ്റർ പൊസിഷനുള്ള ആളാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരുന്നത്. അത് വീണ്ടും ആവർത്തിച്ച് ഇസ്രായേൽ ഉറപ്പുവരുത്തുകയാണ്. ആ വാർത്ത വളരെ ശരിയാണെന്നുള്ളത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികളുടെ സൈഡിൽ നിന്ന് ഭയങ്കര സൈലന്റ് ആണ്. അവർക്ക് നാണക്കേടാവുമോ എന്നുള്ള രീതിയിലുള്ള വിഷയം മുന്നിൽ കണ്ടാണ് അവർ ഈ മരണ വാർത്തയൊന്നും പുറത്തു വിടാത്തത് എന്നാണ് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് പറയുന്നത്. പക്ഷേ ഇസ്രായേൽ വളരെ കൺഫേം ആയിട്ട് പറയുന്നുണ്ട്, ഈ 2 ആൾക്കാരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്, ചീഫ് ഓഫ് സ്റ്റാഫ്, അതേപോലെ തന്നെ ഹൂത്തികളുടെ പ്രധാനമന്ത്രി പൊസിഷനിലുള്ള വ്യക്തികളെ വധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. ആ വീഡിയോ എന്ന് വെച്ചാൽ ഒക്ടോബർ 7 അന്ന് ഹമാസ് ഇസ്രായേലിനുള്ളിൽ കയറിപ്പോയി അതിക്രമം നടത്തിയ സമയത്തുള്ള, ക്രൂരകൃത്യം നടത്തിയ സമയത്തുള്ള വീഡിയോ ഫുട്ടേജിൽ ഒന്നാണ്. അതൊരു CCTVയിൽ നിന്നും റെയർ ആയിട്ട് കിട്ടിയ ഒരു ഫുട്ടേജാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എത്തിക്കപ്പെടുന്നുണ്ട് ആ ഒരു വീഡിയോ. കാരണം 2 കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറുക്കന്മാർ, അതായത് പയ്യന്മാരുടെ മുന്നിൽ വെച്ചിട്ട് സ്വന്തം തന്തയെ വധിക്കുന്ന രംഗം, ആ വീഡിയോ ആണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വെളിയിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ക്രൂരകൃത്യം ചെയ്ത ആൾക്കാരാണ് ഹമാസ് എന്നുള്ളത് വീണ്ടും ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ പുതിയ വീഡിയോകൾ പുറത്തു വരുമ്പോഴത്തേക്കും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജർമ്മനി, UK, ഫ്രാൻസ് 3 രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് ഇറാന്റെ മേളിൽ അഡീഷണൽ സാങ്ഷൻസ് കൊണ്ടുവരാനുള്ള പദ്ധതി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ന്യൂക്ലിയർ ടോക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള നീക്കുപോക്കുകൾക്കും തയ്യാറാകുന്നില്ല ഇറാൻ എന്നാണ് അവരുടെ വാദം. ഈ ട്രംപിന്റെ താരിഫിനെതിരെ അമേരിക്കൻ കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു വിധി എന്ന് പറഞ്ഞാൽ ട്രംപിന് തിരിച്ചടി തന്നെയാണ്. കോടതി പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ താരിഫ് നയം ശരിയല്ല, നിങ്ങൾക്ക് താരിഫ് പ്രഖ്യാപിക്കാനുള്ള റൈറ്റ്സ് ഇല്ല, ഒന്നാമത്. അപ്പം അങ്ങനെ റൈറ്റ് ഇല്ലാത്ത ഒരു പ്രൊവിഷനിൽ ഇടപെട്ടുകൊണ്ട് താരിഫ് ഇങ്ങനെ താറുമാറായിട്ട് ഇങ്ങനെ താരിഫ് ഇടുന്നത് നല്ല ഒരു പ്രാക്ടീസ് അല്ല. അതുകൊണ്ട് ആ താരിഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന താരിഫ് എല്ലാം തന്നെ ഇപ്പം നീക്കം ചെയ്തുകൊണ്ട് പഴയ പൊസിഷനിലേക്ക് മടങ്ങി വരിക എന്നുള്ള ഒരു ഡിസിഷനാണ് കോടതിയിൽ നിന്നും ട്രംപിന് കിട്ടിയിരിക്കുന്നത്. ഇത് ട്രംപിന് തിരിച്ചടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരിച്ചടി തന്നെയാണ്. പക്ഷേ ട്രംപ് ഞങ്ങൾ വീണ്ടും ഇത് അപ്പീൽ പോവും, എന്നിട്ട് പൂർണ്ണ വിജയം കൈവരിക്കും, ഞങ്ങൾ നേടിയെടുത്തിരിക്കുന്ന ലാഭം ചെറുതല്ല എന്നുള്ള രീതിയിലുള്ള ന്യായവാദങ്ങളൊക്കെയാണ് ട്രംപിന്റെ സൈഡിൽ നിന്ന് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ കോടതി നിരുപാധികം ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. താരിഫ് ഇടുന്നത് ശരിയല്ല, ട്രംപ് ലീഗലി നോട്ട് എലിജിബിൾ ടു അപ്ലൈ താരിഫ് ഓൺ അതർ കൺട്രീസ് പ്രോഡക്റ്റ് വിച്ച് ഈസ് ഇമ്പോർട്ടിംഗ് ആൻഡ് ഇറ്റ് ഈസ് ബാഡ്ലി അഫക്റ്റിംഗ് ഓൺ അമേരിക്കൻ എക്കോണമി എന്നുള്ള രീതിയിലുള്ള തീരുമാനമാണ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ട്രംപിന് ഒരു ചെറിയ ഉപദേശം, അതായത് ട്രംപിന് പെർമിഷൻ ഇല്ല, എന്താണ് ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകൾ പുറപ്പെടുവിക്കാനുള്ള പെർമിഷൻ ട്രംപിനില്ല. അതുപോലെ തന്നെ എക്കണോമിക് ക്രൈസിസ് വരുന്ന സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് സെനറ്റിൽ വെച്ചിട്ട് പാസ്സാക്കി സമഗ്രമായിട്ട് US കോൺഗ്രസിൽ പാസ്സാക്കി എടുക്കേണ്ട മേഖലകളാണ് ഈ താരിഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങൾ. അപ്പോൾ അത് ട്രംപ് ഒറ്റയ്ക്ക് ഒരാളൊരു മേശയിൽ നിന്ന് ഇങ്ങനെ ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അപ്പീൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം വിധി വന്നിരിക്കുന്നത് യു ആർ നോട്ട് എൻടൈറ്റിൽ ടു ഇമ്പോസ് താരിഫ്സ്, അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു വിധി വന്ന സ്ഥിതിക്ക് ആ വിധിയെ എതിർത്തുകൊണ്ട് അപ്പീൽ പോകേണ്ട ചുമതല ഇപ്പം ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്നിരിക്കുകയാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.